ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗമേത്? നീതിന്യായ വിഭാഗമാണ്. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗമേത്? നീതിന്യായ വിഭാഗം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചതാരാണ്? പമേല റോക്സ് ആണ്. ഇന്ത്യ വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചതാര്? പമേല റോക്സ്. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം 1954. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം ഏത്? 1954. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇന്ത്യ നിർമ്മിച്ചത്? ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. 19 തവണ എവറസ്റ്റിൻ്റെ മുകളിലെത്തിയ കാൻഡൻ കൂൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ. 19 തവണ എവറസ്റ്റിൻ്റെ മുകളിലെത്തിയ കാൻഡൻ കൂൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയാര്? സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയാര്? സുനിത വില്യംസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയമേത്? കായംകുളം താപനിലയം. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയമേത്? കായംകുളം താപനിലയം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമേത്? പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമേത്? പസഫിക് സമുദ്രം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ നദിയാണ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ നദി ഏതാണ്? ഗോദാവരി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കേരളത്തിലെ ഏത് നഗരത്തിലാണ്? കൊച്ചി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് കടലാണ്? ബംഗാൾ ഉൾക്കടലാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് കടലാണ്? ബംഗാൾ ഉൾക്കടൽ. ഏത് സംസ്ഥാനത്തു കൂടിയാണ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനത്തോടു കൂടിയാണ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ഉത്തർപ്രദേശ്. 2024 ഇന്ത്യ ആതിഥ്യം വഹിച്ച പ്രധാന ഉച്ചകോടി ഏതാണ്? G20 ഉച്ചകോടി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നത് പ്രധാനമായും എന്തിൽ നിന്നാണ്? മലിനജലത്തിൽ നിന്നാണ്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നത് പ്രധാനമായും എന്തിൽ നിന്നാണ്? മലിനജലത്തിൽ നിന്നാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. എപ്പികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേനീച്ച വളർച്ച. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. ആന്തരകർണത്തിൽ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗമേത്? കോക്ലിയ. ആന്തരകർണത്തിൽ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗമേത്? കോക്ലിയ. അതിരാണി ഔദ്യോഗിക പുഷ്പമായ കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട്. അതിരാണി ഔദ്യോഗിക പുഷ്പമായ കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. എന്തിൻ്റെ പ്രോത്സാഹനാർത്ഥം രൂപം കൊടുത്ത പദ്ധതിയാണ് കെ സോട്ടോ? എന്തിൻ്റെ പ്രോത്സാഹനാർത്ഥം രൂപം കൊടുത്ത പദ്ധതിയാണ് കെ സോട്ടോ? മരണാനന്തരമുള്ള അവയവദാനം. മരണാനന്തരമായിട്ടുള്ള അവയവദാനത്തിൻ്റെ പ്രോത്സാഹനാർത്ഥം രൂപം കൊടുത്ത പദ്ധതിയാണ് കെ സോട്ടോ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായി വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായി വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വിത്തൂട്ട്. കേരളത്തിലെ രാജ്ഭവന് നൽകിയ പുതിയ പേരെന്താണ്? ലോക് ഭവൻ. കേരളത്തിലെ രാജ്ഭവന് നൽകിയ പുതിയ പേരെന്താണ്? ലോക് ഭവൻ. കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ചത് ഏത് കർഷകനെയാണ്? ചെറുവയൽ രാമൻ. കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ചത് ഏത് കർഷകനെയാണ്? ചെറുവയൽ രാമൻ. കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് കേരള കെയർ. കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരള കെയർ. സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? കെ സോമപ്രസാദ്. സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിത്തില്ലാത്ത തണ്ണിമത്തനാണ് ഷോണിമ.
കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിത്തില്ലാത്ത തണ്ണിമത്തൻ ഏതാണ്? ഷോണിമ. ഭിന്നശേഷി വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ്? കെയർ FM. ഭിന്നശേഷി വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ്? കെയർ FM. ഇന്ത്യയിൽ ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത് ജനുവരി 24. ഇന്ത്യയിൽ ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഞ്ഞിവെള്ളം ഏത് തരം കൊളോയിഡിന് ഉദാഹരണമാണ്? സോൾ. കഞ്ഞിവെള്ളം ഏത് തരം കൊളോയിഡിന് ഉദാഹരണമാണ്? സോൾ. ഇടിനാദത്തിൽ ജനകമ്പികൾ വിറയ്ക്കാൻ കാരണമായ ശബ്ദ പ്രതിഭാസമാണ് അനുനാദം. ഇടിനാദത്തിൽ ജനൽക്കമ്പികൾ വിറയ്ക്കാൻ കാരണമായിട്ടുള്ള ശബ്ദ പ്രതിഭാസം ഏതാണ്? അനുനാദം. ഏത് നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്? സുബൻസിരി. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതി. കേരളത്തിലെ ഏത് ജില്ലകളിലാണ് മേടു ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കേരളത്തിലെ ഏത് ജില്ലകളിലാണ് മേടു ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തത്? കണ്ണൂരും കാസർഗോഡ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപവൽകൃതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപവൽകൃതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 19(1)(e) ആണ്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 19(1)(e). ഇന്ത്യയിലെ അവശിഷ്ടാധികാരങ്ങൾ ആരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിലാണ്. ഇന്ത്യയിലെ അവശിഷ്ടാധികാരങ്ങൾ ആരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിലാണ്. തട്ടിപ്പിൻ്റെയോ നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയോ ഭാഗമായി ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്കും മറ്റുള്ളവർക്ക് വേണ്ടി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവരെ വിളിക്കുന്ന പേരെന്ത്? മണി മ്യൂൾ. തട്ടിപ്പിൻ്റെയോ നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയോ ഭാഗമായി ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊന്നിലേക്കും മറ്റുള്ളവർക്ക് വേണ്ടി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവരെ വിളിക്കുന്ന പേരെന്ത്? മണി മ്യൂൾ. കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കാസർഗോഡ്. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം ഡി. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന വരികളുടെ രചയിതാവാണ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. അമേരിക്കൻ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചത് ശതകോടീശ്വരനായ ആരാണ്? ഇലോൺ മസ്ക്. അമേരിക്കൻ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചത് ഇലോൺ മസ്ക്. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപപ്പെടുത്ത സംസ്ഥാനം ഏത്? തെലങ്കാന. ഇന്ത്യയിൽ ഒടുവിലായി രൂപപ്പെട്ട സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപ്പുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളൊന്നായ ചിറാപ്പുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ്? അസം. ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ഉത്സവമാണ്? അസം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? ഗാന്ധിജി. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞതാര്? ഗാന്ധിജി. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്ന കാലയളവ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ 164 വർഷങ്ങൾ വേണ്ട ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ 164 വർഷങ്ങൾ വേണ്ട ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണ്ട ഗ്രഹം ഏത്? യുറാനസ്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണ്ട ഗ്രഹം ഏതാണ്? യുറാനസ്. 25-ലധികം ഉപഗ്രഹങ്ങളുള്ള എത്ര ഗ്രഹങ്ങളുണ്ട്? 3. 25-ലധികം ഉപഗ്രഹങ്ങളുള്ള എത്ര ഗ്രഹങ്ങളുണ്ട്? 3. അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്നറിയപ്പെടുന്നത് ഏതിനാണ്? നൈൽ നദി. അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്നറിയപ്പെടുന്നത് ഏത്? നൈൽ നദി. നിന്റെ യോമനപ്പേർ കേൾക്ക കോൾമയിർ കൊള്ളുന്നു എന്നുള്ളമെന്നും ഈ വരികൾ ആരുടേതാണ്? എസ് കെ പൊറ്റക്കാട്. കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്ക കോൾമയിർ കൊള്ളുന്നു എന്നുള്ളമെന്നും ഈ വരികൾ ആരുടേതാണ്? എസ് കെ പൊറ്റക്കാട്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 75 മീറ്ററിലധികം ഉയരമുള്ള കേരളത്തിലെ ഭൂവിഭാഗത്തെ എങ്ങനെ അറിയപ്പെടുന്നു? മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 75 മീറ്ററിലധികം ഉയരമുള്ള കേരളത്തിലെ ഭൂവിഭാഗം ഏതാണ്? മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗമാണ്
ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂഭാഗം ഇടനാട്. തീരപ്രദേശത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 7.5 മീറ്റർ വരെ. കേരളത്തിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള ഭൂവിഭാഗം ഏതാണ്? മലനാട്. കേരളത്തിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള ഭൂഭാഗം ഏതാണ്? മലനാട്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്? തുലാവർഷം. വൈകുന്നേരങ്ങളിലെ ഇടിയോടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്? തുലാവർഷം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. ദേശീയ ഭക്ഷ്യ നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 12 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ സലീം അലി. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലി. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പവിഴപ്പുറ്റുകളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയ. സ്നെല്ലർ ചാർട്ടിൻ്റെ ഉപയോഗം എന്ത്? കാഴ്ചശക്തി പരിശോധിക്കാൻ. സ്നെല്ലർ ചാർട്ടിൻ്റെ ഉപയോഗം എന്താണ്? കാഴ്ചശക്തി പരിശോധിക്കാൻ. ഡ്രൈ ഡേ ആചരണം എന്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? കൊതുക് നശിപ്പിക്കൽ. ഡ്രൈ ഡേ ആചരണം എന്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? കൊതുക് നശിപ്പിക്കൽ. കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാൻ ഉപയോഗിക്കുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ. കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാൻ ഉപയോഗിക്കുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ ഏവയാണ്? സൂപ്പർ ബഗുകൾ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനായ ആനന്ദ് മോഹൻ. സോഡാക്കുപ്പി തുറക്കുമ്പോൾ കുമിളകളായി പുറത്തു വരുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. സോഡാക്കുപ്പി തുറക്കുമ്പോൾ കുമിളകളായിട്ട് പുറത്തു വരുന്ന വാതകമേതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സാർവിക ലായം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജലത്തെയാണ്. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത് ജലമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളേവയാണ്? സൗരോർജ്ജം, കാറ്റ്, തിരമാല. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനമായ സോളാർ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? സിലിക്കൺ. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനമായ സോളാർ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? സിലിക്കൺ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അയർലൻഡുകാരൻ ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അയർലൻഡുകാരൻ ആരാണ്? ജോൺ ജോസഫ് മർഫി. മധ്യ കേരളത്തിൽ പള്ളികൾ അറിയപ്പെട്ട വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഏത് മത കേന്ദ്രങ്ങളോട് ചേർന്നാണ്? ബുദ്ധമതം. മധ്യ കേരളത്തിൽ പള്ളികൾ എന്ന് അറിയപ്പെട്ട വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നത് ഏത് മത കേന്ദ്രങ്ങളോട് ചേർന്നാണ്? ബുദ്ധമതം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി 1992 നടന്നത് എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഐക്യരാഷ്ട്ര സംഘടന ആദ്യത്തെ ഭൗമ ഉച്ചകോടി 1992 നടന്നത് എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഭൗമ ഉച്ചകോടി വേദിയിൽ പ്രസംഗം നടത്തി ശ്രദ്ധ നേടിയ കനേഡിയൻ പെൺകുട്ടി ആരാണ്? സേവൻ കുളൂസ് സുസുക്കി. 1972 ജൂണിൽ മാനവ പരിസ്ഥിതിയെപ്പറ്റിയുള്ള ഐക്യരാഷ്ട്ര സംഘടന സമ്മേളനം നടന്നത് എവിടെയാണ്? സ്റ്റോക്ക്ഹോം, സ്വീഡൻ. 1972 ജൂണിൽ മാനവ പരിസ്ഥിതിയെപ്പറ്റിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം നടന്നത് സ്റ്റോക്ക്ഹോം, സ്വീഡൻ. വൃത്തങ്ങളല്ലാത്ത അക്ഷാംശരേഖകൾ ഏതല്ല? ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. വൃത്തങ്ങളല്ലാത്ത അക്ഷാംശരേഖകളാണ് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള കാലാവസ്ഥാ മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള കാലാവസ്ഥാ മേഖല ഏതാണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖല. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല. സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948 ഡിസംബർ 10. സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948 ഡിസംബർ 10. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാരാണ്? കൈലാസ് സത്യാർത്ഥി. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചതും കൈലാസ് സത്യാർത്ഥിയാണ്. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? കൈലാസ് സത്യാർത്ഥി. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതെ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതക കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്.
അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറം എന്ത്? കടും നീല. അന്നജം അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറം എന്താണ്? കടും നീല. ശരീരനിർമ്മിതി, വളർച്ച എന്നിവയ്ക്ക് സഹായമാകുന്ന പ്രധാന ആഹാര ഘടകം ഏത്? പ്രോട്ടീൻ. ശരീരനിർമ്മിതി, വളർച്ച എന്നിവയ്ക്ക് സഹായമായി പ്രധാന ആഹാര ഘടകം ഏത്? പ്രോട്ടീൻ. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് എന്തെല്ലാം? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. പ്രോട്ടീൻ്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥ ഏതാണ്? ക്വാഷിയോർക്കർ. പ്രോട്ടീൻ്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥയാണ് ക്വാഷിയോർക്കർ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി, സി. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ് എ, ഡി, ഇ, കെ. വിറ്റാമിൻ എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന പോഷകം ഏത്? സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന പോഷകം ഏത്? സോഡിയം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ പോഷകം ഏത്? അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ പോഷകം ഏത്? അയഡിൻ. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ബി. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ബി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കർവി രോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ സി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കർവി രോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ സി. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണരോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ഡി. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണരോഗത്തിന് കാരണമാകുന്ന ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ഡി. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം എത്ര എല്ലുകളുണ്ടാവും? 300. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം എത്ര എല്ലുകളുണ്ടാവും? 300. പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിലെ എല്ലുകൾ എത്ര? 206. ശരീരത്തിലെ ഏറ്റവും അധികം ചലന സ്വാതന്ത്ര്യമുള്ള സന്ധികൾ ഏതാണ്? ഗോളരസന്ധിയാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോ ആണ് ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഗോളരസന്ധികൾ. ഗോളരസന്ധികൾ കാണപ്പെടുന്ന ശരീരം തോളല്, ഇടുപ്പല്. ഗോളരസന്ധികൾ കാണപ്പെടുന്ന ശരീരത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തോളല്, ഇടുപ്പല്. വിജാഗിരി സന്ധികൾ കാണപ്പെടുന്ന ശരീരത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി സന്ധി, കാൽമുട്ട്, കൈമുട്ട്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന വിധമുള്ള സന്ധി ഏതാണ്? കീലസന്ധി. കീലസന്ധിയാണ്. പിവറ്റ് ജോയിൻ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന വിധമുള്ള സന്ധി ഏത്? കീലസന്ധി. കഴുത്തിൽ തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്തുള്ള സന്ധിയാണ് കീലസന്ധി. കഴുത്തിൽ തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്തുള്ള സന്ധി ഏത്? കീലസന്ധി. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജ്ജത്തെ ഏത് ഊർജ്ജമാക്കി മാറ്റുന്നു? രാസോർജ്ജം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സംഭരിക്കപ്പെടുന്ന സൗരോർജ്ജത്തെ ഏത് ഊർജ്ജമാക്കി മാറ്റുന്നു? രാസോർജ്ജം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജ്ജമാണ്? രാസോർജ്ജം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ടത് ഏത് ഊർജ്ജമാണ്? രാസോർജ്ജം. കുപ്പി പൊട്ടുക, പേപ്പർ ചുരുട്ടുക എന്നിവ ഏതിനം മാറ്റങ്ങളാണ്? ഭൗതിക മാറ്റങ്ങളാണ്. കുപ്പി പൊട്ടുക, പേപ്പർ ചുരുട്ടുക എന്നിവ എന്തിനം മാറ്റങ്ങളാണ്? ഭൗതിക മാറ്റങ്ങൾ. പഞ്ചസാര ചൂടാക്കുക, മഗ്നീഷ്യം റിബൺ കത്തിക്കുക, പേപ്പർ കത്തിക്കുക എന്നിവയൊക്കെ എന്ത് മാറ്റത്തിന് ഉദാഹരണമാണ്? രാസമാറ്റം. പച്ചക്കറി മുറിക്കുക, അരക്ക് ചൂടാക്കുക എന്നിവ ഏതിനം മാറ്റങ്ങളാണ്? ഭൗതിക മാറ്റം. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ദോലനം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കുവിളക്കിൻ്റെ ചലനം എന്നിവ ഏതിനം ചലനമാണ്? ദോലനം. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം എന്നിവ ദോലനത്തിന് ഉദാഹരണമാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിലെ ഘടക ലോഹങ്ങളേവ? ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിലെ ഘടക ലോഹങ്ങളേവയാണ്? ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളൊക്കെയാണ്? നിയോഡിമിയം, സമേറിയം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളേവയാണ്? നിയോഡിമിയം, സമേറിയം. കരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണമാണ് ബ്രാസ്. സിങ്കും കോപ്പറും ചേർന്നതാണ്. കരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണമാണ് ബ്രാസ്. വാതകാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണമാണ് വായു. വാതകാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം ഏതാണ്? വായു. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും ആരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമാണ്? പോർച്ചുഗീസുകാർ. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും ഈ ആരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമായിരുന്നു? പോർച്ചുഗീസ്. ലന്തക്കാരെന്ന് വിളിച്ചിരുന്നത് ഏത് വിദേശീയരാണ്? ഡച്ചുകാരെ. ലന്തക്കാരെന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ
ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്. നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്? തമിഴ്നാടിൻ്റെ. തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്ന വർഷം 1861 മാർച്ച്. 1861 മാർച്ചിലാണ് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്നത്. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരുടെ കൂട്ടായ്മ എങ്ങനെ അറിയപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരുടെ കൂട്ടായ്മ എങ്ങനെ അറിയപ്പെട്ടു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. ദേശീയ പ്രസ്ഥാനത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്ന വർഷങ്ങൾ കാലയളവ് 1919 മുതൽ 1947 മുതൽ 1919 മുതൽ 1947 വരെ. ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? റൗലറ്റ് നിയമം. ഗാന്ധിജി കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശീയസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്നു ഭിംബേടക്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്ന ഭിംബേടക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങേത്? അടയാളം കൊടുക്കൽ. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങേത്? അടയാളം കെട്ടൽ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? 1986. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? 1986. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറൽ പർവ്വതനിര. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറൽ പർവ്വതനിര. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതായിരുന്നു? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതായിരുന്നു? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 69% ഏത് വിഭാഗത്തിലായതാണ്? ഹിമപാളികളിലെയും ഹിമാനികളിലെയും ജലമാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 69% എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമപാളികളിലും ഹിമാനികളിലും. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗത്തെ അറിയപ്പെടുന്നു പോയിന്റ് നീമോ. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗം അറിയപ്പെടുന്നു പോയിന്റ് നീമോ. ഏത് സമുദ്രത്തിലാണ് പോയിന്റ് നീമോ കാണപ്പെടുന്നത്? പസഫിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് പോയിന്റ് നീമോ കാണപ്പെടുന്നത്? പസഫിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മൊല്ലോയി ഗർത്തം? ആർട്ടിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മൊല്ലോയി ഗർത്തം? ആർട്ടിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ്? ഫാക്ടോറിയൻ ഗർത്തം. ദക്ഷിണ സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ്? ഫാക്ടോറിയൻ ഗർത്തം. ദക്ഷിണ സമുദ്രം. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? തിര ആവർത്തി. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? തിര ആവർത്തി. കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏതാണ്? അങ്കൻ ജ്യോതി. കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏതാണ്? അങ്കൻ ജ്യോതി. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 58. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 58. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നിർദ്ദേശിച്ചതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91-ാം ഭേദഗതി. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 91-ാം ഭേദഗതി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. 2025 ഒക്ടോബർ 15 കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയ്ല ഒഡിങ്ങ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? കെന്യ. 2025 ഒക്ടോബർ 15 കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയ്ല ഒഡിങ്ങ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? കെന്യ. 20 മീറ്റർ ഫോക്കസ് ദൂരം ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? -5D. 20 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? -5D. 20 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? -5D. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. 2026 ബ്രിക്സ് ഉച്ചകോടി ആതിഥ്യം വഹിക്കുന്ന നഗരം ഏത്? ന്യൂഡൽഹി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് നേതൃത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ 2023 ഓഗസ്റ്റ് 23 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിൻ്റ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ 2023 ഓഗസ്റ്റ് 23 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിൻ്റ്. കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിന്നംതമ്പി അണ്ണാവി? ചവിട്ടുനാടകം. കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിന്നംതമ്പി അണ്ണാവി? ചവിട്ടുനാടകം. ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? ഖസാക്കിൻ്റെ ഇതിഹാസം. ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? ഖസാക്കിൻ്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏത് താലൂക്കിലാണ്? റാന്നി താലൂക്കിലാണ്. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി താലൂക്ക്. അച്ചാട്ടിളയത്ത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയത്? തിരുവാതിരപ്പാട്ട്. ചേരാമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ചേരാമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമാർക്കാണ്? പാർലമെൻറ്റിന്. 368 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമാർക്കാണ്? പാർലമെൻറ്റിന്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുൺ ആസിഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വയോധിക എന്നറിയപ്പെടുന്ന അരുൺ ആസിഫ് അലിയാണ്. പ്രഥമ ബ്രിക്സ് യുവജനോത്സവം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. പ്രഥമ ബ്രിക്സ് യുവജനോത്സവം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ പാകിസ്ഥാൻ. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? സോവിയറ്റ് യൂണിയൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ടൂറിസത്തെ തിരികെ പിടിക്കാനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം.
കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തി. കേരളത്തിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, വയനാട്. കേരളത്തിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യത്തിന് ഉദാഹരണമാണ് മുരിങ്ങ. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ രണ്ട് രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യത്തിന് ഉദാഹരണമാണ് മുരിങ്ങ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? കാട്ടാന. കേരളത്തിലെ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? കാട്ടാന. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡയോക്സൈഡാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡയോക്സൈഡ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ സംഭരണത്തിലെ ജലത്തിൻ്റെ ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജമാണ്. കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര. കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്താനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലനാണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കേരളീയ വനിതയാര്? സഫ്രീന ലത്തീഫാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കേരളീയ വനിതയാര്? സഫ്രീന ലത്തീഫ്. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തര അവസ്ഥ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? അനുച്ഛേദം 360. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? അനുച്ഛേദം 360. 1985 പാസ്സാക്കി നിലവിൽ വന്ന 52ാം ഭരണഘടനാ ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി 1985 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഉഷസ് പദ്ധതി ആരോഗ്യമേഖലയിലെ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? HIV എയ്ഡ്സ് ചികിത്സ. ഉഷസ് പദ്ധതി ആരോഗ്യ മേഖലയിലെ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? HIV എയ്ഡ്സ് ചികിത്സ. കോട്ടയം ജില്ലയിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിന് നൽകിയ പേരെന്ത്? മനസ്വിനി. കോട്ടയം ജില്ലയിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിന് നൽകിയ പേരെന്താണ്? മനസ്വിനി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ചിട്ടുള്ളത് ആരാണ്? ജസ്റ്റിസ് D ശ്രീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ചിട്ടുള്ള അതാരാണ്? ജസ്റ്റിസ് D ശ്രീദേവിയാണ്. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തുള്ള സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തിട്ടുള്ള സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. ഏതു ധാതു കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്? കാൽഷ്യം. ഏതു ധാതു കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്? കാൽഷ്യം. മനുഷ്യർ, ജന്തുക്കൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രവർത്തനം ലക്ഷ്യമിടുന്ന ആരോഗ്യ രംഗത്തെ പ്രോഗ്രാമാണ് വൺ ഹെൽത്ത്. മനുഷ്യർ, ജന്തുക്കൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രവർത്തനം ലക്ഷ്യമിടുന്ന ആരോഗ്യ രംഗത്തെ പ്രോഗ്രാമാണ് വൺ ഹെൽത്ത്. ജെനസിസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരു. ജെനസിസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ.
ഓരോ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്നു ഐസോമറുകൾ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്താണ്? ഹാലജൻ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പുകളാണ് ഹാലജനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ഊരുട്ടമ്പല പ്രതിഷേധം നയിച്ചതാരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂറിലെ ഊരുട്ടമ്പല പ്രതിഷേധം നയിച്ചതാരാണ്? അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ച വിദേശികൾ പോർച്ചുഗീസാണ്. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് ബി.ആർ. അംബേദ്കറാണ്. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് ബി.ആർ. അംബേദ്കർ. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലൂടെയുള്ള ഹിമാലയ ഭാഗമാണ് കുമയോൺ ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമാണ് കുമയോൺ ഹിമാലയം. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളീകരണം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? എറണാകുളം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ല ഏതാണ്? കൊല്ലം. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? പ്രതലബലം. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? പ്രതലബലം. ചന്ദ്രയാൻ 3ലെ പ്രഗ്യാൻ റോവർ ചന്ദ്ര ഉപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. ചന്ദ്രയാൻ 3ലെ പ്രഗ്യാൻ റോവർ ചന്ദ്ര ഉപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? തമിഴ് കമ്പരാമായണം. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? തമിഴ് കമ്പരാമായണം. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കപ്പെട്ട ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കപ്പെട്ട ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോഭൂമിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ. സന്തോഷ് കുമാറാണ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോഭൂമിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ. സന്തോഷ് കുമാർ. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട്. ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫീസീമ? ശ്വാസകോശം. ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫീസീമ? ശ്വാസകോശം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പാണ് ശൈലി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ശൈലി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക്. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക്. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നീ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ്? അപവർത്തന പ്രതിപതനം.
കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നീ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ് അപവർത്തന പ്രതിപതനം? കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെപ്പറ്റിയുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രധാനം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആരോഗ്യമാനന്ദം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെപ്പറ്റിയുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധനത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആരോഗ്യം ആനന്ദം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ കേരളീയൻ ആരെല്ലാം? അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ കേരളീയൻ ആരെല്ലാം? അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, എച്ച്.എൻ. കുൻസ്രു. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, എച്ച്.എൻ. കുൻസ്രു. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ. ഏത് മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്ന ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏത് വിളയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിച്ച വ്യക്തിയാണ്? ജോൺ ജോസഫ് മർഫി. റബ്ബർ കൃഷി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂണാണ്. മാനാഞ്ചിറ തടാകം ഏതിനത്തിലുള്ള തടാകത്തിന് ഉദാഹരണമാണ്? മനുഷ്യനിർമ്മിത തടാകമാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് കേരളത്തിൽ എവിടെയാണ്? നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് സമയത്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമുദ്രം. വരിക സഹചര്യ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപ്പു സത്യാഗ്രഹം. വരിക സഹചര്യ സഹന സമരവുമായി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത്? ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഏത് ജില്ലയാണ്? ആലപ്പുഴ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ. ദേശീയ ജലപാതയായ NW3 ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ദേശീയ ജലപാതയായ NW3 ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതി എതിർത്തുകൊണ്ട് 1923 CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതി എതിർത്തുകൊണ്ട് 1923 CR ദാസും മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം 1929. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം 1929. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അതും 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. ഏത് ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഏത് ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈ.
ഏത് ദൗത്യത്തെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്? ക്രിപ്സ് ദൗത്യത്തെയാണ്. ഏത് ദൗത്യത്തെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്? ക്രിപ്സ് ദൗത്യം. ഇന്ത്യൻ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉർവശി ഫൂട്ടാലിയ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉർവശി ഫൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? ആക്സിം 4. ആക്സിം 4 ആണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടി ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടി ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടുകൂടി ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തമ്മിൽ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ ദൗത്യം ഏതാണ്? സ്പേഡെക്സ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തമ്മിൽ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ ദൗത്യം ഏതാണ്? സ്പേഡെക്സ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ. ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി, ഗോദാവരി, ഡെൽറ്റ. ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി, ഗോദാവരി, ഡെൽറ്റ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പദ്ധതി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 10ാം പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകൻ ആരാണ്? എം എൻ റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകനാണ് എം എൻ റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏതു ഭാഗമായിട്ടാണ് മാറിയത്? ആമുഖം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായാണ് മാറിയത്? ആമുഖം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ വിറ്റാമിൻ കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് വിസരണം. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? വിസരണം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന നാട്ടുരാജ്യമായ അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന നാട്ടുരാജ്യമായ അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹരണ സമരം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? റൗലറ്റ് നിയമം.
ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റ്. ഒരു വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മഹാത്മാ അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെ? ആലുവയിലാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവ. ബന്ധു ക്ലിനിക്ക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്? അതിഥി തൊഴിലാളികളെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ബന്ധു ക്ലിനിക്ക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്? അതിഥി തൊഴിലാളികൾ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 സസ്യങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 സസ്യങ്ങൾ. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏതു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരയാണ്. താർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിന് കാരണമായ പർവ്വതനിര ആരവല്ലി നിര. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? നെല്ല്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? നെല്ല്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? പാലക്കാട്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഡയഫ്രം. മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഡയഫ്രം. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ആരുടെ വാക്കുകളാണ്? മസനോബു ഫുക്കുവോക്ക. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ആരുടെ വാക്കുകളാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റമിൻ സി.
ഏത് വിറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ സി. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടനാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം ജ്ഞാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യ ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. ആദ്യ ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാരാണ്? ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? സി പി രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? സി പി രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ദാദാഭായ് നവറോജി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിലെ സ്ത്രീകളെയും മുനിമാരെയും പ്രതിദാനം ചെയ്യുന്ന വേഷം ഏതാണ്? മിനുക്ക്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിദാനം ചെയ്യുന്ന വേഷം ഏതാണ്? മിനുക്ക്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? 44 ഭരണഘടനാ ഭേദഗതി. 78 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? 44 ഭരണഘടനാ ഭേദഗതി. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാവും. പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് എന്ന പോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ഗാന്ധിജിയുടെയാണ്. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് എന്ന പോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? കെ എൻ രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ കെ എൻ രാജ്. അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച് റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൂലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനം. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? പുനലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? പുനലൂര്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. O രക്തഗ്രൂപ്പാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O രക്തഗ്രൂപ്പാണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിയാണ് ഡയഫ്രം. പേശിഭിത്തിയാണ് ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിഭിത്തി ഏത്? ഡയഫ്രം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതില്ല? ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകമാണ് ഇരുമ്പ്.
ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം എന്താണ്? ഇരുമ്പ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ്? അനോഫിലസ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ്? അനോഫിലസ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമായതാണ് അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം പദ്ധതി എന്ത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ഹൈക്കോടതികളുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 226. ഹൈക്കോടതികളുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോനാണ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോൻ. റെറ്റിനോൾ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള ഒരു പദാർത്ഥമാണ് ജലം. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏതാണ്? ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? അൾട്രാവയലറ്റ് മേഖല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? അൾട്രാവയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണ് എന്ന് ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് അരീനിയസ്. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന് ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനായ അരീനിയസ്. കാർബണിന്റെ രൂപാന്തരങ്ങളിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? ഗ്രാഫൈറ്റ്. കാർബണിന്റെ രൂപാന്തരങ്ങളിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ്? ഗ്രാഫൈറ്റ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? 2ാം വട്ടമേശ സമ്മേളനമാണ്. ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ? ജപ്പാനാണ്. ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ? ജപ്പാൻ. 1857 കലാപത്തിന് ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിന് ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. അറബിക്ക എന്ന മുന്തിയ ഇനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏതാണ്? ഡാവോസ് ആണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഡാവോസ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങളുണ്ടായിരുന്നു? 17. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന 3 ഇനം നീതികളായ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 ഇനം നീതികളായ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആസാം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കും? കടൽ കാറ്റ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കുന്നു? കടൽ കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലീശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ.
ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തുടങ്ങിയ മേഖലയാണ് ഫാബർ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തു ഇടുങ്ങിയ മേഖലയാണ് ഫാബർ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് 1998 ഏപ്രിൽ 12. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമാകുന്നത് 1998 ഏപ്രിൽ 12. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ഭരണഘടന ഏത് വകുപ്പ് അനുസരിച്ചാണ്? ആർട്ടിക്കിൾ 324 ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത് ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? ആർട്ടിക്കിൾ 324. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്ത. G20 ഉച്ചകോടി 2025 വേദി ദക്ഷിണാഫ്രിക്ക, 2026 വേദി USA, 2027 വേദി UK. G20 ഉച്ചകോടി 2025 വേദി ദക്ഷിണാഫ്രിക്ക, 2026 USA, 2027 UK.